ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. അപ്പം നമ്മളിന്ന് നോക്കുന്ന 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠത്തിലെ നെക്സ്റ്റ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചും അതിൻ്റെ റൂൾസും കുറച്ച് എക്സാമ്പിൾസും ഒക്കെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് ന്യൂ പാത്ത്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിലെ പുതിയ വഴികൾ. ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ഓർഗനിസത്തെ കണ്ടെത്തി അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റിനെ കണ്ടെത്തി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പുതിയ പ്ലാന്റിനെ നമ്മുടെ പഴയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുതിയ ഏതെങ്കിലും ഒരു ഓർഗനിസത്തെ കണ്ടെത്തുമ്പോൾ ഈ ക്ലാസിഫിക്കേഷനും എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പുതിയ ഓർഗനിസത്തെ അതിൽ കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. As new organisms are discovered, the existing classification systems become insufficient to accurately categorize them. ഒരു പുതിയ ഓർഗനിസത്തെ കണ്ടെത്തിയ അപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ അതിനെ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് ആർ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ജനറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിൻ്റെയൊക്കെ ബേസിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? അതായത് ജനറ്റിക്കൽ ഫീച്ചേഴ്സ്, ജനറ്റിക് റിലേഷൻഷിപ്പ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസിഫിക്കേഷൻ ഈസ് കോൺസ്റ്റൻ്റ്ലി ബീയിങ് റിവൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂ ഒബ്സർവേഷൻസ്, ഡിസ്കവറീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പുതിയ ഒബ്സർവേഷൻസ് കൊണ്ടുവരുമ്പോൾ, അതുപോലെ തന്നെ പുതിയ ഡിസ്കവറീസ് വരുമ്പോൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ പഴയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും. നമുക്കറിയാമല്ലേ, ഫസ്റ്റ് നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ത് കൊണ്ടുവന്നു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ഇനി അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേറെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരും. ഓരോ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും പോരായ്മകൾ മനസ്സിലാവുമ്പോൾ നമ്മൾ പുതിയ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പുതിയ ഡിസ്കവറീസും പുതിയ അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് ഒരിക്കലും സ്റ്റേബിൾ അല്ല, എപ്പോഴും അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് നോക്കാം. The methodology of modern classification. In the early days, organisms were classified based on their external structure and utility. What is the limitation of such a method of classification? പണ്ട് കാലത്ത് ഓർഗനിസത്തെ അതിൻ്റെ യൂട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്ട്രക്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു രീതി ഒട്ടും സയൻറ്റിഫിക് അല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ജീവികൾ വരെ ഒരേ സ്പീഷീസിൽ വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് തെറ്റാണെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ എന്തിലേക്ക് വന്നത്, സയൻറ്റിഫിക്കൽ രീതിയിൽ ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ സയൻറ്റിഫിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇന്ന് വരുന്ന മോഡേൺ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ക്യാൻ ദ സിംപ്ലി സ്ട്രക്ചേർഡ് സാൽവീനിയ ആൻഡ് വോൾഫിയ ബി ക്ലാസിഫൈഡ് അണ്ടർ ദ സെയിം ജീനസ്? അവിടെ ഒരു 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എസോള, വോൾഫിയ ആൻഡ് സാൽവീനിയ. അങ്ങനെ ഒരു 3 പ്ലാന്റ്സിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അവിടെ സിമ്പിൾ സ്ട്രക്ചറുള്ള ഈ സാൽവീനിയനെയും അതുപോലെ തന്നെ വോൾഫിയ എന്ന് പറയുന്ന പ്ലാന്റിനെയും ഒരേ ജീനസിൽ പെടുത്താൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ എക്സാമിൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. അവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. According to modern classification methods, they do not even belong to same family. അതായത് മോഡേൺ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ഈ സാൽവീനിയയും വോൾഫിയയും ഒരു ഫാമിലിയിൽ പോലും വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ദ നോൺ ഫ്ലവറിംഗ് സാൽവീനിയ ബിലോങ്സ് ടു ദ ഫാമിലി സാൽവീനിയേസിയെ. നോൺ ഫ്ലവറിംഗ് ആയിട്ടുള്ള ഈ സാൽവീനിയ എന്ന് പറയുന്ന പ്ലാന്റ് വരുന്നത് സാൽവീനിയേസിയെ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. അതിൽ വരുന്ന മറ്റൊരു പ്ലാന്റാണ് എസോള. എസോള പോലെയുള്ള പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സാൽവീനിയേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ് സാൽവീനിയ വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വോൾഫിയ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ദ ഫാമിലി അരീസി. വോൾഫിയ വരുന്ന ഫാമിലി അരീസിയാണ്, വിച്ച് ഇൻക്ലൂഡ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ലൈക്ക് ആന്തൂറിയം. അതിൽ വരുന്ന മറ്റൊരു പ്ലാന്റാണ് ആന്തൂറിയം. ഓക്കെ, ബോത്ത് വോൾഫിയ ആൻഡ് ആന്തൂറിയം ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് and are believed to have evolved from a common ancestor.
ഈ വോൾഫിയും ആന്തൂറിയവും കാണാൻ വലിയ സിമിലാരിറ്റീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, വോൾഫി എന്ന് പറയുന്ന പ്ലാന്റിനും അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ടുള്ള ആന്തൂറിയത്തിൻ്റെയും എവല്യൂഷണറി ഹിസ്റ്ററി നോക്കുമ്പോൾ അവരുടെ ആൻസിസ്റ്റർ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ വോൾഫിയ എന്ന് പറയുന്ന പ്ലാന്റിനെയും ആന്തൂറിയം എന്ന് പറയുന്ന പ്ലാന്റിനെയും ഒരേ ഫാമിലി ആയിട്ടുള്ള അരീസി എന്ന് പറയുന്ന ഫാമിലിയിൽ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ദിസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈസ് ദ റീസൺ ദേ ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഫാമിലി ഡിസ്പൈറ്റ് ദെയർ ലാർജ് എക്സ്റ്റേണൽ ഡിഫറൻസസ്. വോൾഫിയുടെയും ആന്തൂറിയത്തിൻ്റെയും എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. വോൾഫിയ എന്ന് പറയുമ്പോൾ ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷെ ആന്തൂറിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചറിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഇവർ വളരെ സിമിലാരിറ്റീസ് ഉള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവർ എന്ത് ചെയ്തത്, ഒരു സെയിം ഫാമിലി ആയിട്ടുള്ള അരീസി എന്ന് പറയുന്ന ഫാമിലിയിൽ വോൾഫിയേനെയും അതുപോലെ തന്നെ ആന്തൂറിയത്തിനെയും പ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പിനും വലിയ റോൾ ഉണ്ട് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടെ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. സിമിലർലി ക്ലാസിഫിക്കേഷൻസ് ബേസ്ഡ് only on external features may lead to genetically related organisms being placed in different groups. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ജനറ്റിക് റിലേഷൻഷിപ്പ് ഉള്ള ഓർഗനിസംസ് വരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ തെറ്റാണെന്ന് മനസ്സിലായി. ടുഡേ ഓർഗനിസംസ് ആർ ക്ലാസിഫൈഡ് ബൈ കൺസിഡറിങ് ബോത്ത് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏതൊരു ഓർഗനിസത്തെയും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ജനറ്റിക് ക്യാരക്ടേഴ്സും നമ്മൾ നോക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ടുഡേ ഓർഗനിസംസ് ആർ ക്ലാസിഫൈഡ് ബൈ കൺസിഡറിങ് ബോത്ത് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് ക്യാരക്ടേഴ്സ്. എവല്യൂഷണറി ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ ജനറ്റിക് ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് മോഡേൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിൽ നമ്മൾ ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്തത്. അതിന് പകരം നമ്മളിപ്പോൾ ജനറ്റിക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ എവല്യൂഷണറി ക്യാരക്ടേഴ്സും നോക്കിയിട്ടാണ് ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് മോഡേൺ ടെക്നോളജിയിലും വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു ഇതിൻ്റെ കേസ്, വോൾഫിയുടെയും സാൽവീനിയുടെയും. വോൾഫിയും സാൽവീനിയും ഒരു ഫാമിലിയിലല്ല. സാൽവീനിയ വരുന്നത് സാൽവീനിയേസി എന്ന് പറയുന്ന ഫാമിലിയിലായിരുന്നു. വോൾഫിയ വരുന്നത് ആന്തൂറിയം വരുന്ന ഫാമിലി ആയിട്ടുള്ള അരീസി എന്ന് പറയുന്ന ഫാമിലി. വോൾഫിയും ആന്തൂറിയയും തമ്മിൽ കാണാൻ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് മനസ്സിലായി. രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് പ്ലാന്റ്സിനെയും ഒരേ ഫാമിലിയിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജനറ്റിക് ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനുമാണ്. നെക്സ്റ്റ് അവിടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺലി ഓൺ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കുമ്പോൾ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺലി ഓൺ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മേ ലീഡ് ടു ജനറ്റിക്കലി റിലേറ്റഡ് ഓർഗനിസംസ് ബീയിങ് പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ജനറ്റിക്കലി റിലേഷൻഷിപ്പുള്ള ഓർഗനിസംസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനിസത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ദ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയയിൽ ചേഞ്ചസ് വന്നത്, എന്ത് ചേഞ്ചാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താ അതിൻ്റെ ആൻസർ പറയുക? ഇൻ ദ ഏർലി ഡേയ്സ് ഓർഗനിസംസ് വെർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ എക്സ്റ്റേണൽ സ്ട്രക്ചർ. ആദ്യകാലത്ത് നമ്മൾ ഓർഗനിസത്തെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതായിരുന്നു അന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയ. പിന്നീട് അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ബട്ട് നൗ ഓർഗനിസംസ് ആർ ക്ലാസിഫൈഡ് ബൈ കൺസിഡറിങ് ബോത്ത് എവല്യൂഷണറി ആൻഡ് ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ജനറ്റിക് ക്യാരക്ടേഴ്സുമാണ്.
Okay, in the early days, organisms were classified based on their external structure, but now organisms are classified by considering both evolutionary and genetic characters. Okay, അപ്പോൾ അതാണ് ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം നമുക്ക് മനസ്സിലായി ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ജനറ്റിക്കൽ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ചെക്ക് ചെയ്ത സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ അങ്ങനെ 5 കിങ്ഡംസ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അതിൽ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ എല്ലാ ബാക്ടീരിയാസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് മറ്റു ബാക്ടീരിയകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഏറ്റവും പഴയ ടൈപ്പ് ബാക്ടീരിയാസ് ആണ് ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മറ്റ് ബാക്ടീരിയാസിനെ കമ്പയർ ചെയ്യുമ്പോൾ ജനറ്റിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിലും അതല്ലാണ്ട് തന്നെ മറ്റ് ഫീച്ചേഴ്സിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഈ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, എന്ത് ചേഞ്ചാണ് വന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. The scientist Carl Woese introduced the 6 kingdom classification system. Carl Woese ആണ് 6 kingdom classification മുന്നോട്ട് കൊണ്ടുവന്നത്. The kingdom Monera was divided into 2 distinct kingdoms to form this system. ഇവിടെ എന്താ ചെയ്തത്, കിങ്ഡം മൊനീറേനെ 2 കിങ്ഡംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നത്. ഓക്കെ, based on modern scientific observations, the kingdom Monera was split into 2 groups, Archaebacteria and Eubacteria. മോഡേൺ ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, അതായത് ജനറ്റിക്കൽ ഫീച്ചേഴ്സിനും എവല്യൂഷണറി റിലേഷൻഷിപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മോഡേൺ ക്രൈറ്റീരിയാസ് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. ഏതൊക്കെയാണ്, കിങ്ഡം ആർക്കി ബാക്ടീരിയയും അതുപോലെ തന്നെ കിങ്ഡം യു ബാക്ടീരിയ, അങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ വൗസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിന് മാത്രമേ മാറ്റമുള്ളൂ. മൊനീറ എന്ന് പറയുന്ന കിങ്ഡം സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മാറി, കിങ്ഡം ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ബാക്കി കിങ്ഡംസ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. അപ്പം കാൾ വൗസ് കൊണ്ടുവന്ന 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന കിങ്ഡംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കിങ്ഡം ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമേലിയ. അപ്പോൾ ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്ക്, ഡു ഓൾ ഹ്യൂമൻസ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്? എല്ലാ ഹ്യൂമൻസും ഒരേ സ്പീഷീസിലാണോ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം ആ ടോപ്പിക്ക്. Although humans living in different parts of the earth show some differences in their external appearance due to the influence of local geography and environmental factors, there is no significant genetic or other fundamental difference among them. അതായത് പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന, പല ക്ലൈമറ്റിൽ താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ ചെറിയ ഫിസിക്കൽ ചേഞ്ചസ്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഹ്യൂമൻസ് തമ്മിൽ എന്തില്ല, ജനറ്റിക്കൽ റിലേഷൻഷിപ്പിലൊന്നും, ജനറ്റിക്കൽ ഫീച്ചേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സിലൊന്നും എന്തില്ല, വ്യത്യാസങ്ങളില്ല. അതുകൊണ്ടാണ് ഹ്യൂമൻസിനെ എല്ലാവരെയും ഒരൊറ്റ ജീനസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. Humans living in different parts of the earth show some differences in their external appearance. അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ലോക്കൽ ജിയോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഓർ അതർ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എമംഗ് ദം. പക്ഷെ അവർക്കിടയിൽ എല്ലാ ഹ്യൂമൻസിൻ്റെയും ജനറ്റിക്കൽ റിലേഷൻഷിപ്പിലൊന്നും എന്തില്ല, വലിയ ചേഞ്ചസ് ഇല്ല. ഓൾ ഹ്യൂമൻസ് അറൗണ്ട് ദ വേൾഡ് ഷെയർ എ കോമൺ ആൻസെസ്റ്റർ. ഈ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസിനും ഒരു കോമൺ ആൻസെസ്റ്ററാണ് ഉള്ളത്. ദാറ്റ് ഈസ് വൈ ഓൾ ഹ്യൂമൻസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ദ സെയിം സ്പീഷീസ്. സാപ്പിയൻസ്, അതായത് എല്ലാ ഹ്യൂമൻസും വരുന്ന സ്പീഷീസാണ് സാപ്പിയൻസ്. ഹ്യൂമൻസിനെല്ലാം ഒരു കോമൺ ആൻസെസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് എന്താണ്, സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്, സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിമാണ്. ഒരു കോമൺ ആൻസെസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് എല്ലാം വരുന്ന സ്പീഷീസ് ആണ് സാപ്പിയൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ പറയുന്നത്, ആസ് സയൻസ് പ്രോഗ്രസ് ദ അഡ്വാൻസ്മെൻറ്റ് ഇൻ മോളിക്കുലാർ ലെവൽ സ്റ്റഡീസ് ഹാവ് ലെഡ് ടു ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. സയൻസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലും ഓരോ ഇംപ്രൂവ്മെൻറ്റ്സും ചേഞ്ചസും ഒക്കെ വരുന്നുണ്ട്.
With the discovery of each new organism, taxonomy continues to evolve. ഓരോ പുതിയ ഓർഗനിസത്തെ കണ്ടെത്തുമ്പോഴും ടാക്സോണമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് പ്രോസസ് ഡിപ്പെൻഡ്സ് അവർ കണക്ഷൻ വിത്ത് നേച്ചർ. അപ്പം ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ കൂടുതൽ എർത്തുമായിട്ട് അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയൊക്കെ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻ എന്താണ് ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, പണ്ട് മുതൽ ഇപ്പോൾ വരയ്ക്കുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.